കയറി വന്നിങ്ങനെ ഇട്ടിങ്ങനെ പോകാൻ പറ്റും നിങ്ങൾക്ക്? അവിടെ ക്യാമറയുടെ കൂടെ അങ്ങനെ പോകണം. ഇങ്ങനെ വിളിക്കണേ. ഇവിടുന്ന് ആരും വരണം. ഇവിടുന്ന് അങ്ങനെ കയറി മുബഷീർ 4 പേരും ഒരുമിച്ച് മണ്ണിനോട് ചേരുകയാണ്. ജുമാ മസ്ജിദ് ഖബർസ്ഥാനും ചുറ്റും നാട്ടുകാരുടെ വലിയ കൂട്ടത്തെ കാണാം. അവർ 4 പേർക്കും അന്ത്യയാത്ര നൽകാൻ സഹപാഠികളും അധ്യാപകരും ഒക്കെ എത്തിയിട്ടുണ്ട്. കമറടക്കം പൂർത്തിയാവുകയല്ലേ മുബഷീർ? തന്നെയാണ് സ്മൃതി. ഖബറടക്കം നിറക്കുറെ പൂർത്തിയായിരിക്കുന്നു. തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഒരുക്കിയ 4 ഖബറുകൾ കരി തന്നെയാണ് സ്മൃതി. ഖബറടക്കം നിറക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. തുപ്പനാട് ജുമാ മസ്ജിദിന് മുകളിൽ ഭാഗത്തെ ഖബർസ്ഥാനിൽ ഒരുക്കിയ 4 ഖബറുകൾ തൊട്ടടുത്തൊരുക്കിയ 4 ഖബറുകളിൽ പിഞ്ചുമക്കളുടെ ഭൗതികദേഹം മയ്യത്തിറക്കി വെച്ച് ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗത്തു കൂടി ഒരു പാവിരിച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് മയ്യത്ത് സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായുള്ള മണ്ണ് എടുത്തിടുന്നൊരു കാഴ്ച. അതോടൊപ്പം തന്നെ പിഞ്ചുമക്കൾക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്നും ഉരുവിടുന്ന മന്ത്രങ്ങൾ പോലെയുള്ള പ്രാർത്ഥനകൾ നാട്ടുകാരൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ജാതിവ്യാധിവെന്ന് ഇവിടെ തടിച്ചുകൂടിയുള്ള ആളുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച. പല മേഖലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു, തടിച്ചുകൂടിയിരിക്കുന്നു. പള്ളിക്ക് തൊട്ടു താഴേക്ക് തന്നെ നിരവധി ആളുകളെ കാണാൻ സാധിക്കും. ഖബർസ്ഥാന് തൊട്ടു താഴെ മീറ്ററുകൾക്കപ്പുറത്ത് 500 മീറ്ററുകൾക്കപ്പുറത്തും വരിവരിയായി ആളുകൾ നിൽക്കുന്നു. ഖബർസ്ഥാൻ്റെ അരികിലെത്തി അവസാനമായി അവർക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി, യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, വിട ചൊല്ലുന്നതിന് വേണ്ടി. കാരണം അത്രത്തോളം തീരാ ദുഃഖമുണ്ടാക്കിയൊരു സംഭവമായി ഈ ഒരു അപകടം മാറിയിരിക്കുന്നു. തുടർച്ചയായ അപകടമുണ്ടായിരുന്നൊരു മേഖലയിൽ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കുന്നില്ലെന്ന നാട്ടുകാരുടെ ആരോപണങ്ങൾക്കിടെ നാട്ടുകാരായിട്ടുള്ള കുടുംബങ്ങളിലെ 4 പിഞ്ചോമനകളുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നൊരു സംഭവം. ആ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മാറാൻ കഴിയാതൊരു നാട് വിങ്ങിപ്പൊട്ടുന്നൊരു കാഴ്ച. ഖബർസ്ഥാനിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയ കാഴ്ച. മയ്യത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിക്കകത്തും പുറത്തും ആളുകൾ തടിച്ചുകൂടിയ കാഴ്ച എത്രത്തോളം അവരിലത് വേദനയുണ്ടാക്കിയിട്ടുണ്ട്, വൈകാരികമായ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്നൊരു കാഴ്ച. എന്തായാലും ഖബറടക്ക ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഖബറിനടുത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു കാഴ്ചയാണ്. ഖബറിലേക്ക് അവസാനമായി കഫൻ പുടവയിൽ പൊതിഞ്ഞു വെച്ച 13ഉം 12ഉം വയസ്സുള്ള പിഞ്ചു മക്കളുടെ മൃതദേഹം ഇറക്കി വെച്ച ഖബർസ്ഥാനിലേക്ക്, അതിന് മുകളിൽ പാവിരിച്ച ഖബറിൻ്റെ മുകളിലേക്ക് അവസാനമായി ഒരു പിടി മണ്ണെടുത്തിടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങുന്നതിന് വേണ്ടി ആളുകൾ വരിവരിയായി കാത്തു നിൽക്കുന്ന കാഴ്ച, അത് ചെയ്യുന്ന ഒരു കാഴ്ച. ഏറെക്കുറെ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു ദുഃഖമുള്ളൊരു സംഭവമായി തന്നെ, സങ്കടകരമായ സംഭവമായി തന്നെ ഇതിവിടെ മാറുന്നു. ഈ തുപ്പനാടിലൂടെയും കരിമ്പനയിലൂടെയും ഒക്കെ തന്നെ ഒരുമിച്ച് വളർന്നൊരുമിച്ച് ജനിച്ച് കളിച്ചുല്ലസിച്ച് നടന്ന കുട്ടികൾ അവസ്ഥയിൽ ജീവനറ്റയിൽ വേണ്ടിവരുന്ന നാട്ടുകാരുടെ, വീട്ടുകാരുടെ, അയൽവാസികളുടെ, സഹപാഠികളുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അത്രത്തോളം ദുഃഖമുണ്ടാക്കും തന്നെയാണ് സ്മൃതി. കാരണം അവരത് പറയുന്നുണ്ട്. അത്രത്തോളം സ്കൂളിലെ കായിക മേളകളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്ന പിഞ്ചുമക്കൾ, ചിരിച്ചുല്ലസിച്ച് നാട്ടിൻ പുറത്തുകൂടി നടന്നു നീങ്ങിയിരുന്ന മക്കളെ ഇനി കാണില്ലല്ലോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ മുഖത്തൊക്കെ തന്നെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകൾ പുറത്ത് വരി നിൽക്കുന്ന കാഴ്ച. ഖബർസ്ഥാൻ്റെ അരികിലെത്തി അവസാനമായി അവർക്ക് യാത്ര പറയുന്നതിന് വേണ്ടി ഖബറിലേക്ക് ഒരു പിടി മണ്ണെടുത്തിട്ടുകൊണ്ട് അവരോട് അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എല്ലാവരുടെയും തളം കെട്ടി നിൽക്കുന്നു. അത്രത്തോളം ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ് സ്മൃതി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ദുഃഖമുണ്ടാക്കുന്ന കാഴ്ചയാണ്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ നമ്മളത് നേരിട്ട് കണ്ടതാണ്. വീടുകളിലുള്ള പൊതുദർശനമാണെങ്കിലും അതിനുശേഷമുണ്ടായ ഈ കരിമ്പക്കൽ ഹാളിൽ വെച്ചുണ്ടായ പൊതുദർശനത്തിനുൾപ്പെടെ നിരവധി ആളുകളായിരുന്നു പങ്കെടുത്തിരുന്നത്. ആളുകൾ അവിടെ നിന്നും മയ്യത്തുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കാണാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവിടെ എത്തി
യിലേക്ക് വരുന്ന കാഴ്ച. ആ രീതിയിൽ ഇതിനപ്പുറത്തേക്ക് ഇവരുടെ വിയോഗം, ചെറിയ മക്കളുടെ വിയോഗം ഒരു നാട്ടിനെ അത്രയധികം ബാധിച്ചിട്ടുണ്ടെന്ന് ഈ കാഴ്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും 60ഓളം അപകടങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് വീണ്ടും അനാസ്ഥയുണ്ടായി എന്നുള്ളതാണ് അധികൃതരുടെ രോഷം ഇരട്ടിച്ചിരിക്കുന്നത്. നാട്ടുകാർ അതിശക്തമായി പ്രതികരിക്കുന്നത്, ഈ അപകടശേഷം ശക്തമായി പ്രതികരിക്കുന്ന ദൃശ്യങ്ങളും ഇതിനകം വന്നു കഴിഞ്ഞതാണ്. ഒരുപക്ഷെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. 4 കുട്ടികൾ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ്. പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ച് മടങ്ങുന്നു, ഒരുമിച്ച് പഠനം, ഒരുമിച്ച് കളി, ഇങ്ങനെ ഒരുമിച്ച് നടന്നിരുന്ന 4 പേരാണ്. 5 പേരിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുകയാണ്. അവരൊരുമിച്ച് തന്നെ മടങ്ങുന്നു.